എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ ക്രെട്ട EV ആയിട്ടാണ്. അതെ, ഒറിജിനലായിട്ടല്ല, വെർച്വൽ റിവ്യൂ ആയിട്ടാണ് ചെയ്യണത്. അത് കാരണം ആരും എന്നെ പൊങ്കാലിടരുത്. നമ്മൾ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾക്ക് അവൈലബിലിറ്റി ഇല്ലാത്ത കാരണമാണ് വണ്ടിയുടെ. അപ്പോൾ അത് ലോഞ്ച് ചെയ്യാൻ കുറച്ചുകൂടി സമയമെടുക്കും. പിന്നെ നമുക്ക് വണ്ടി കൈ കിട്ടാനും സമയമെടുക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് വരുമ്പോൾ ഈ ഒരു ക്രെട്ട EV വരുന്നത് കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടി ആ ഒരു ഡീറ്റെയിൽസ് വാഹനത്തിനെ പറ്റിയിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മളൊരു 3D വെർച്വൽ എക്സ്പീരിയൻസ് ഹ്യുണ്ടായിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൊരു സംഭവമാണത്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്കും കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടും. ഇനി നമ്മളിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ കൊണ്ടുവരുന്നതായിരിക്കും, അതില്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല വാഹനം, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെട്രോൾ വേരിയൻ്റ് ഡീസൽ വേരിയൻ്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ ഇങ്ങനെ സ്പൈ ഷോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ക്രെട്ടയുടെ EV വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയായിരിക്കും നമ്മുടെ ക്രെട്ട EV. നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ, ഒരു ഐസ് ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ പെട്ടെന്നൊരു ഇലക്ട്രിക് വേരിയന്റിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അതെന്ത് അവതാരമായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ വന്നപ്പോൾ അത്യാവശ്യം എക്സ്റ്റീരിയേഴ്സ് കാണാൻ അടിപൊളിയായിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് വെർച്വൽ എക്സ്പീരിയൻസിലേക്ക് പോകാം. കുറച്ചുകൂടി സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത്രയും കളേഴ്സാണ് നമ്മുടെ വെബ്സൈറ്റിൽ കാണിക്കാൻ പറ്റും. 1 2 3 4 5 6 7 8 9 10 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ആക്ച്വലി ഈ കളറിൻ്റെ പേര് ബ്ലൂവും ബ്ലാക്ക് കൂടിയും ഡുവൽ ടോണിൽ വരുന്ന ഓഷ്യൻ ബ്ലൂ വിത്ത് അബിസ് ബ്ലാക്ക് റൂഫ് എന്ന് പറയുന്ന ഒരു കളർ ഷെയ്ഡാണിത്. പിന്നെ നമുക്ക് വരുന്നത് അറ്റ്ലസ് വൈറ്റ് വിത്ത് അബിസ് ബ്ലാക്ക് റൂഫ്. ഇത് കുറച്ചുകൂടി ഒരു വൈറ്റിഷ് കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് റോബസ്റ്റ് എമറോൾഡ് മാറ്റ്. ഇതൊരു ഗ്രീനിഷ് കളറാണ്. നമ്മുടെ ഈ ഒരു കളറ് കുറച്ചുകൂടി ഡാർക്ക് ഫോറസ്റ്റ് കളർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ടൈറ്റാൻ ഗ്രേ മാറ്റ്. ഇത് ഗ്രേ ഷെയ്ഡിൽ വരുന്ന കളറാണ്. പിന്നെ ഇത് ഓഷ്യൻ ബ്ലൂ കളറാണ്, മാറ്റ് കളറാണ്. ഓഷ്യൻ ബ്ലൂവിൻ്റെ മാറ്റ് ഫിനിഷിൽ വരുന്നതാണ്. എന്നാൽ ഇത് കുറച്ച് നോർമൽ ഫിനിഷിൽ വരുന്നതാണ്. മാറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, മാറ്റ് ഫിനിഷിൽ വരുന്നതാണ്. കണ്ടോ, റിഫ്ലക്ഷൻ ഒന്നും അത്ര അടിക്കില്ല. പക്ഷേ നമ്മൾ ഓഷ്യൻ ബ്ലൂ ഒറിജിനൽ കളർക്ക് വരുമ്പോൾ ആ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റാറിനായിട്ട് പറഞ്ഞ കളറാണ്. ഇത് അത്യാവശ്യം ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഡാർക്ക് കളറാണ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്, നമ്മുടെ എക്സ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് റെഡാണ്. ആക്ച്വലി ഞാൻ ഒരു ഡിഫറെൻറ്റ് കാര്യം എന്താ ഇതിൽ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഈ വണ്ടി എല്ലാ കളറിലും അവൈലബിൾ ആണ്. നമ്മുടെ സാധാ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് കളേഴ്സേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് കുറേ കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഈ ഒരു ബ്ലാക്കും വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കളറും ഈ രണ്ട് കളറുമാണ് യൂഷ്വലി EV ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കളറാണ് എല്ലാവരും കൊടുക്കാറ്. പക്ഷേ ഹ്യുണ്ടായി നമുക്ക് വേറെ കുറേ റെഡ്, പിന്നെ ഈ കളർ കുറേ ഓപ്ഷൻസ് കൊടുന്നു വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ യൂട്യൂബ് പ്രൊമോഷണൽ വീഡിയോയിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ 0 to 100 വെറും 7.9 സെക്കൻഡ്സ് എടുക്കുന്നുള്ളൂ. ദാറ്റ് മേക്സ് ഈ ഒരു വാഹനത്തിന് എന്താ പറയുക, ഒരു ക്വിക്കസ്റ്റ് ആക്സലറേഷൻ ഇതുവരെ ഇന്ത്യയിൽ ഇറക്കി, മീൻസ് ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിൽ, അത് മീഡിയം സെഗ്മെൻറ്റിൽ വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ ഏറ്റവും ക്വിക്കസ്റ്റ് ആക്സലറേഷൻ ഉള്ളൊരു വാഹനത്തിനെ ആണ് ഇത് ക്രെട്ട EV ആക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുന്നുണ്ടായിരുന്ന XUV 400 ആയിരുന്നു. അതിൻ്റെ 0 to 100 ആക്സലറേഷൻ വരുന്നത്, അതും EV ആണല്ലോ. എൻ്റെ ആക്സലറേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അറൗണ്ട് 8.3 or 4 സെക്കൻഡ്സ് ആയിരുന്നു. പക്ഷേ ഇത് അതിലും കുറവാണ്, 8 സെക്കൻഡ്സിനെക്കാട്ടിലും കുറവാണ്. 7.9 സെക്കൻഡ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈൻ സ്ട്രക്ചർക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് സൂം ചെയ്യാം. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അൽക്കസറിൻ്റെ ഒരു ഡിസൈന് കാണാം. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്കൊരു ടെക്സ്റ്റേർഡ് ഇതാണ്, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഈ ഒരു ഇമേജ് ഇടാം. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ടെക്സ്റ്റേർഡ് ഡിസൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കാണാം ഇവിടെ LED ഹെഡ് ലാംപ്സ് ആണ്. LED DRL ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സെയിം ആണ്, ഐസിലുള്ള പോലെ തന്നെ. പിന്നെ 4 ക്യൂബ് LED ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആഷ് ട്രീറ്റ്മെൻറ്റ് കാണാൻ അത്യാവശ്യം ഒരു സ്പോർട്ടി ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ 17 ഇഞ്ചിൻ്റെ വീൽസാണ്. ഈ ഒരു വീൽസ് ഏതോ ഒരു വാഹനത്തിൽ കണ്ട പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിച്ചാൽ കമൻറ്റ് ചെയ്യും. പിന്നെ നമുക്കിവിടെ ഒരു വലിയൊരു പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന. നമുക്ക് വേറെ കളർ മാറ്റിയിട്ട് ഒന്നുകൂടി കാണാം. പിന്നെ നമുക്ക് ഈ ഒരു ഫുൾ ഉള്ളൊരു LED ടെയിൽ ലാംപ്സ് കാണാം. അതും നമ്മുടെ അൽക്കസറിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്രെട്ട ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കിന് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞ ടെക്സ്റ്റേർഡ്, ഹ്യുണ്ടായി വിളിക്കുന്ന ഒരു ടെക്സ്റ്റേർഡ്. കാരണം ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാം ഒരു സ്പോയിലറല്ല, നമ്മുടെ സ്കേർട്ടിങ്ങിൻ്റെ അവിടെ ഒരു ടെക്സ്റ്റേർഡ് സ്ക്വയർ ആയിട്ട് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അഗൈൻ ഇവിടെ റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതാ കണ്ടോ, റിഫ്ലക്റ്റേഴ്സ് പിന്നെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ട് കാണാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഇവിടെ ഒരു ആക്റ്റീവ് എയർ ഫ്ലാപ്പ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയറോ ഡൈനാമിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അത് വാഹനം ഓടുമ്പോൾ എയർ ഫ്ലോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് കൂളാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എയറോ ഡൈനാമിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു എയർ ഫ്ലാപ്പ്, ആക്റ്റീവ് എയർ ഫ്ലാപ്പ്, ഫംഗ്ഷനിങ് എയർ ഫ്ലാപ്പാണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ട് ഇവിടെയാണ് വരുന്നത്. ചാർജിങ് പോർട്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 2 ചാർജ് ഓപ്ഷൻസാണ് വരുന്നത്. 51.4 kWh ബാറ്ററിയും അതുപോലെ തന്നെ 42 kWh ബാറ്ററിയും. അപ്പോൾ ഈ 51.4 അഥവാ 51.4 kWh ബാറ്ററിയുടെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ, അത് ഡിസ്റ്റൻസ് പോകാൻ പറ്റുന്നത് പറഞ്ഞാൽ 473 കിലോമീറ്ററാണ്. അത് 171 PS ഓഫ് പവറും പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് വരുന്നത് 42 kWh ബാറ്ററിയുടെയാണ്. അത് 390 കിലോമീറ്ററാണ് ക്ലെയിംഡ് റേഞ്ച്, പിന്നെ 135 PS ഓഫ് പവറും. പിന്നെ നമുക്ക് 4 വേരിയൻസിൽ വരുന്നുണ്ട്: എക്സിക്യൂട്ടീവ്, സ്മാർട്ട്, പ്രീമിയം, എക്സലൻസ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു പാർക്കിംഗ് സെൻസർ കാണാൻ പറ്റും, അത് കാണാൻ പറ്റും. അപ്പോൾ അത് നേരിട്ട് വാഹനം കണ്ടാലാണ് എനിക്കറിയാം, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവില്ല ഇതെന്താന്ന്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു പ്രോമിസിങ് പ്രോഡക്റ്റാണ്. കാരണം നല്ലൊരു സെയിലുള്ളൊരു വാഹനമാണല്ലോ ക്രെട്ട. അപ്പോൾ ഈ ഇലക്ട്രിക് EVയും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു ഓളം ഉണ്ടാക്കും നമ്മുടെ മാർക്കറ്റിൽ. പിന്നെ എൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 433 ലിറ്റർ തന്നെ ആവും. കാരണം വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ ബൂട്ട് സ്പേസ് 433 ലിറ്റേഴ്സാണ് വരുന്നത്. സെയിം നമ്മുടെ സാധാ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ക്രെട്ടയിൽ വന്ന പോലെ തന്നെ. പിന്നെ നമുക്ക് ഈ ഒരു ഇവിടെയും നമുക്ക് ടോപ്പ് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്, ബ്രേക്ക് ലൈറ്റ്സ്. പിന്നെ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി പ്രീമിയം ലുക്കാണ് ഈ ഒരു വാഹനത്തിന് മൊത്തം കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇത് മിററിൽ തന്നെ എംബഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിത് ആക്ച്വലി ഡിജിറ്റൽ കീ വരുന്നുണ്ട്. നമ്മുടെ അൽക്കസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പോലത്തെ ഡിജിറ്റൽ കീ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഓപ്ഷൻസ് ആണെന്ന് വരുന്നതെന്ന് മനസ്സിലാവും. ചിലപ്പോൾ വാഹനം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും പിന്നെ ഫോൺ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓപ്ഷനും അതൊക്കെ അൽക്കസർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്രെട്ട ഇലക്ട്രിക്കലും വരും. പക്ഷേ അതൊന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും പറയട്ടോ. സോറി റിയലി. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ റിയൽ വണ്ടി ചെയ്യണം എന്നാണ്. പക്ഷേ ആ ഒരു ചാൻസ് ഇതുവരെ നമുക്ക് കിട്ടാത്ത കാരണമാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു 3D വെർച്വൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ എന്തായാലും നമ്മൾ ഞാൻ ആ ഒരു വീഡിയോ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ ഷിഫ്റ്റ് ബൈ വയർ ടെക്നോളജി വഴിയാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി സീംലെസ് ആയിരിക്കും. അതായത് എഞ്ചിൻ മാറുമ്പോൾ ട്രാൻസ്മിഷൻ മാറുമ്പോൾ ഗിയർ മാറുമ്പോൾ അത്ര ഫീൽ ചെയ്യില്ല നമുക്ക്. അപ്പോൾ ഭയങ്കര സ്മൂത്ത് ഗിയർ ചേഞ്ച് ആയിരിക്കും. പിന്നെ മൈലേജും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നമുക്ക് ഇൻറ്റീരിയേഴ്സിൻ്റെ ഫോട്ടോസാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇൻറ്റീരിയേഴ്സ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും കൂടുതൽ ഡീറ്റെയിൽഡായ റിവ്യൂ നമ്മൾ ക്രെട്ട ഇലക്ട്രിക്കിൻ്റെ കൊണ്ടുവരുന്നതായിരിക്കും റിയൽ വണ്ടിയായിട്ട്. അപ്പോൾ അതുവരെയും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് ബി പ്രണവ് സൈനിങ് ഔട്ട്. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഒരു മിനിറ്റ് നമുക്കിവിടെ ലൈറ്റ് കൂടി ഓൺ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് വാഹനം ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതാ ലൈറ്റ് നിങ്ങൾക്ക് അറിയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാ ലൈറ്റ് ഓഫ് ഓൺ കാണാമല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വാഹനത്തിൻ്റെ ലൈറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്ദി, നമസ്കാരം.